മുത്തനബിയുടെ ഒരു കവിതയുണ്ട്, അയാളുടെ പ്രേമഭാചനത്തെക്കുറിച്ച് പറഞ്ഞതാ. പക്ഷേ അത് തൗഹീദിന്റെ മധുരമറിയുന്ന മുഅ്മിനീങ്ങൾക്ക് ഹൃദയം ശുദ്ധമാക്കാൻ നല്ലതാണ്. അറൂഹു വഖദ് ഖതംതു അലാ ഫുആദി ബിഹുബ്ബിക അയ്യഹുല്ല ബിഹി സിവാക. ഞാൻ മെഹബൂബേ നിന്റെ അരികത്ത് നിന്ന് ഇറങ്ങി നടക്കുകയാണ്. എൻ്റെ ഹൃദയം സീല് വെച്ച് പൂട്ടിയിരിക്കുന്നു. ഈ ഹൃദയത്തിലേക്ക് ഇനി വേറെ ഒരാളും കയറി വരരുത്. അള്ളാഹുവിനെ പറ്റി എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? അള്ളാഹിന്റെ മഹബത്തിനൂടെ പൈസന്റെ മഹബത്ത് അത് വരരുത്. മഹബത്ത് അള്ളാഹുവിനാണ്. മറ്റേതൊക്കെ ദുന്യാവിൽ ആവശ്യമുള്ള ഖദർ എന്നൊക്കെ ഉപയോഗിക്കാം. പക്ഷെ എന്ത് ചെയ്യരുത്? അതല്ല നമ്മുടെ ലക്ഷ്യമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഫലൗ അന്നിസ്തതഅതു ഗളൽതു തർഫി ഫലം അൻദുർ ബിഹി ഹത്താ അറാക. അല്ലാഹുവേ, എനിക്ക് കഴിയുമായിരുന്നുവെങ്കിൽ എൻ്റെ കണ്ണ് ഞാൻ പൂട്ടുമായിരുന്നു. ആ കണ്ണ് ഞാൻ തുറക്കുന്നത് റബ്ബേ നിന്നെ കാണുമ്പോഴായിരിക്കും. നമ്മുടെ കണ്ണുകൊണ്ട് അല്ലാഹുവേ നിന്നെ കാണുമ്പോഴേ ഞാൻ എൻ്റെ കണ്ണ് തുറക്കുള്ളൂ. അതുവരെ കണ്ണുപൂട്ടി നടക്കാൻ എൻ്റെ ആഗ്രഹം പടച്ചവനെ. മൂപ്പരുടെ പ്രേമഭാജ ലവറെ കുറിച്ച് പറഞ്ഞതാ. വേറെ ആരും കാണണ്ട, എനിക്ക് നിന്നെ മാത്രം കണ്ടാൽ മതി. പക്ഷെ അത് നമ്മൾ ഈമാനിന്റെ വശത്തേക്ക് എടുത്തു നോക്കൂ. പറ്റുമെങ്കിൽ അങ്ങനെയാണ്. ഉഹിബ്ബുക ലാ ബിബഅദി ബൽ ബികുല്ലി വഇല്ലം യുബ്ഖി ഹുബ്ബുക ലീ ഹറാക. നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമല്ല, എൻ്റെ ശരീരം മുഴുവനുമാണ് നിന്നെ സ്നേഹിക്കുന്നത്. നിന്റെ സ്നേഹം കൊണ്ട് എനിക്കൊന്ന് അനങ്ങാൻ പോലും പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഫിൽ അഹ്ബാബി മഖ്സൂസും ബിവജ്ദിൻ വആഖറു യദ്ദഈ മഅഹു ഇശ്തിറാക. സ്നേഹിക്കുന്നവർ ഒരാളെ മാത്രം മറ്റൊരാളെയും സ്നേഹിക്കാതെ ഒറ്റക്ക് സ്നേഹിക്കുന്നവരുണ്ട്. ചില ആളുകൾ തൻ്റെ സ്നേഹത്തോടൊപ്പം മറ്റു പലരെയും ചേർത്ത് വെക്കുന്നവരുണ്ട്. എന്നാൽ അല്ലാഹുവേ എൻ്റെ സ്നേഹത്തിൽ നീ മാത്രമാണ്. എങ്ങനെ അറിയും സ്നേഹം അങ്ങനെയാണെന്ന്? ഇദശ്തബകത് ദുമൂഉൻ ഫീ ഖുദൂദിൻ തബയ്യന മൻ ബകാ മിമ്മൻ തബാകാ. കവിളിലൂടെ കണ്ണിനീര് ചാലിട്ട് ഒഴുകുമ്പോൾ അറിയാം ശരിക്കും കരയുന്നത് ആരാണ്, ഉണ്ടാക്കി കരയുന്നത് എന്ന്. മരിച്ച വീട്ടിൽ സങ്കടപ്പെട്ട് കരയുന്നുണ്ടാവും. അത് ചിലർ വെറുതെ ആക്ട് ചെയ്യായിരിക്കും, ചിലർ ശരിക്കും കരയായിരിക്കും. കണ്ണുനീര് കാണുമ്പോൾ അറിയാം ആരാണ് ശരിക്ക് കരയുന്നത്, ആരാണ് ഉണ്ടാക്കി കരയുന്നത്. ഫഅമ്മാ മൻ ബകാ ഫയദൂബു വജ്ദാ വയൻതിഖു ബിൽ ഹവാ മൻ ഖദ് തശാകാ. സ്നേഹിക്കുന്നവർ സ്നേഹം കൊണ്ട് അലിഞ്ഞു പോവുകയാണ്. കൊണ്ട് ശരിക്കും സ്നേഹിക്കാതെ നാവുകൊണ്ട് വെറുതെ പറയുന്നവർ അത് ഉണ്ടാക്കുന്ന കാണിച്ചു വെക്കുന്ന സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം ഒരു വാക്കുപോലും പറയാതെ ആ സ്നേഹത്തിൽ അലിഞ്ഞു പോകുന്ന ആളുകൾ സ്നേഹിക്കുന്നത് വല്ലാത്ത സ്നേഹമാണ്. നമുക്ക് അല്ലാഹുവിനോട് അങ്ങനെ ഒരു സ്നേഹം ഖൽബിൻ്റെ ഉള്ളിൽ തോന്നണ്ടേ? റബ്ബ് നമുക്ക് റമദാൻ എന്ന വസന്തം നൽകി, ഹബീബ് എന്ന അഷ്റഫുൽ ഖൽഖിനെ നമ്മുടെ നബിയായി തന്നു, റബ്ബിന്റെ കലാം വിശുദ്ധ ഖുർആൻ നമുക്ക് ഇറക്കി തന്നു, ലൈലത്തുൽ ഖദ്ർ തരാൻ പോകുന്നു. എല്ലാം തന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരിൻ, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ വീട്ടിലേക്ക് അല്ലാഹു നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. യദ്ഉ, അല്ലാഹു വെറുതെ വിളിക്കാന്ന്. ശരിക്കും ഭക്ഷണത്തിന് ആളയച്ച് ക്ഷണിച്ചു വരുത്തുന്നതിനാ ശരിക്കും യദ്ഉ എന്ന് പറയാ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു നിങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് വിളിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നമ്മൾ കുതിരയോടെ ഞാനില്ല, ആ വഴിക്ക് ഞാനില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹൃദയത്തിൽ, അള്ളാഹുവിനോടുള്ള ഹൃദയത്തിൽ, ഹൃദയത്തിൽ കലർപ്പില്ലാത്ത സ്നേഹം അള്ളാഹു നമുക്കത് നൽകട്ടെ. എന്ന് വെച്ച് മാതാപിതാക്കളെ സ്നേഹിക്കേണ്ട എന്നല്ല പറഞ്ഞത്. ഭാര്യയെ, മക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ അവരോടൊന്നും സ്നേഹം വേണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പരമമായ സ്നേഹം അത് അല്ലാഹുവിനോട് മാത്രമാണ്, അല്ലാഹുവിനോട് മാത്രമാണ്. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ, അല്ലാഹു ഏറ്റവും നല്ലത് മാത്രം സ്വീകരിക്കുന്നവനാണ്. അല്ലാഹു ശുദ്ധമായ ഹൃദയമേ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ശുദ്ധമായ ഹൃദയത്തോടെ റബ്ബിനെ സ്വീകരിക്കാം.